ടെക് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയിൽ വൻ കൂട്ടപ്പിരിച്ചുവിടൽ. ആഗോളതലത്തിൽ 5000 അല്ല 8000 ജീവനക്കാരെയാണ് മെറ്റ ഇത്തവണ പുറത്താക്കുന്നത്. കമ്പനിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി സിംഗപ്പൂരിൽ നിന്നാണ് ഈ പിരിച്ചുവിടൽ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് വന്ന ഒരൊറ്റ ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് പലർക്കും തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട വിവരം HR വിഭാഗം അറിയിച്ചത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. നിലവിലുള്ള 7000-ഓളം ജീവനക്കാരെ കമ്പനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രോജക്റ്റുകളിലേക്ക് മാറ്റുകയാണ്. ഇതോടൊപ്പം കമ്പനിയിൽ നിലവിലുണ്ടായിരുന്ന 6000 ഒഴിവുകൾ ഇനി നികത്തേണ്ടതില്ലെന്നും മെറ്റ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ഒരൊറ്റ നീക്കത്തിലൂടെ ആകെ 14000 തസ്തികകളാണ് മെറ്റയിൽ നിന്ന് ഇല്ലാതാകുന്നത്. എന്തുകൊണ്ടാണ് മെറ്റ ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത്? ഉത്തരം വ്യക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഗൂഗിൾ, ഓപ്പൺ AI തുടങ്ങിയ എതിരാളികളോട് മത്സരിക്കാൻ മെറ്റ CEO മാർക്ക് സക്കർബർഗ് പൂർണ്ണമായും AI സാങ്കേതികവിദ്യയിലേക്ക് മാറുകയാണ്. കോഡിംഗിനും ദൈനംദിന ജോലികൾക്കും AI ഏജന്റുകളെ ഉപയോഗിക്കാൻ അദ്ദേഹം എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജീവനക്കാരുടെ പ്രതികരണങ്ങൾ ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള CEOയുടെ ചില ചുമതലകൾ പോലും AI ടൂളുകൾക്ക് കൈമാറാൻ സക്കർബർഗ് പരീക്ഷണം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള IT മേഖലയിലാകെ 2026-ൽ കടുത്ത പ്രതിസന്ധിയാണ് AI സൃഷ്ടിക്കുന്നത്. layoffs.fyi എന്ന വെബ്സൈറ്റിന്റെ കണക്കനുസരിച്ച് ഈ വർഷം ഇതുവരെ മാത്രം 144 കമ്പനികളിൽ നിന്നായി 1,10,000-ത്തിലധികം ടെക് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറാക്കിൾ 30,000-ഓളം ഒഴിവുകൾ വെട്ടിച്ചുരുക്കുമ്പോൾ ആമസോൺ 16,000 പേരെയാണ് ഒഴിവാക്കുന്നത്. ബ്ലോക്ക്, ലിങ്ക്ഡിൻ തുടങ്ങിയ കമ്പനികളും സമാനമായ പാതയിലാണ്. എന്നാൽ മെറ്റയിലെ ഈ പുതിയ മാറ്റങ്ങൾ ജീവനക്കാർക്കിടയിൽ വലിയ ഭീതിയും പ്രതിഷേധവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. AI സിസ്റ്റംസ് പരിശീലിപ്പിക്കുന്നതിനായി ജീവനക്കാരുടെ കമ്പ്യൂട്ടറുകളിലെ കീസ്ട്രോക്കുകൾ, മൗസ് ചലനങ്ങൾ, സ്ക്രീൻ ഉള്ളടക്കങ്ങൾ എന്നിവ കമ്പനി രഹസ്യമായി നിരീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനെതിരെ 1000-ലധികം ജീവനക്കാർ ഒപ്പിട്ട നിവേദനം മാനേജ്മെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. കടുത്ത ജോലിഭാരവും ഏതെപ്പോൾ വേണമെങ്കിലും ജോലി പോകാം എന്നുള്ള അവസ്ഥയും ടെക് ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും ബാധിച്ചിരിക്കുകയാണ്. AI മനുഷ്യന്റെ ജോലി കവരുമോ എന്ന ചോദ്യത്തിന് അധി എന്നു തന്നെയാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ ടെക് വാർത്തകൾക്കായി ഈ മലയാളം media.live ഫോളോ ചെയ്യുക.